ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തി ഇന്ത്യയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ എണീച്ചൊരു കോഫി ഇട്ടിക്കും. പക്ഷെ ഇത് പാൽ കാപ്പി അല്ല കേട്ടാ. ഇതിനാണ് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് കോഫി അഥവാ ഗീ കോഫി. നെയ്യ് കൊണ്ടുണ്ടാക്കിയ ഒരു കോഫിയാണ് ഇത്. പാലിടാതെ നെയ്യ് കൊണ്ടുണ്ടാക്കിയ കോഫിയാണ്. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. വളരെയധികം ഫ്ലേവർ ഉള്ള ഒരു സാധനമാണ്. വളരെ രുചികരമായ ഒരു സംഭവമാണിത്. ഇത് കോഫി കൂടെ ആയതുകൊണ്ട് രാവിലെ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ക്ഷീണമുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല, ഇത് ശുദ്ധമായ ഓർഗാനിക് കോഫി പൗഡർ ചൂടുവെള്ളത്തിലിട്ട് കോഫി ആക്കിയിട്ട് അതിനുള്ളിൽ നമ്മൾ 1 സ്പൂൺ നെയ്യ് ചേർത്താൽ മതി. ബുള്ളറ്റ് പ്രൂഫ് കോഫി ആവും. ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത്, നല്ല തടിയുള്ളവർക്ക് രാവിലെയും വൈകുന്നേരം ഇതുപോലെ ബുള്ളറ്റ് പ്രൂഫ് കോഫി ഉണ്ടാക്കി കുടിച്ചു നോക്കൂ. നിങ്ങൾ തടി ഒരു മാസം കൊണ്ട് നിങ്ങളുടെ തടി ഇല്ലാതാവും. അത് കാരണം ഈ കോഫിയിലുള്ള മാജിക് അല്ല, പക്ഷെ ഇത് കോഫി കുടിച്ചു കഴിഞ്ഞാൽ എത്ര ആഹാരത്തിന് ആക്രാന്തം കാണിക്കുന്നവരാണെങ്കിലും അവന്റെ വിശപ്പില്ലാതാവും. ഇതാണ് സത്യം. രാവിലെ ഇത് കുടിച്ചാൽ നിങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള ആക്രാന്തം ഇല്ലാതാകും. അതോടെ നിങ്ങളെ വിശപ്പ് നിലയ്ക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 11 മണി 12 മണിക്കൊക്കെ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പൊ രാവിലെ നിങ്ങളൊരു ബുള്ളറ്റ് പ്രൂഫ് കോഫി കുടിച്ചാൽ നിങ്ങൾ നല്ല തടിയുള്ള ഒരു മാസം കൊണ്ട് തടി മാറും. ഏറ്റവും വലിയ പ്രയോജനം ഈ തടി കുറയ്ക്കും എന്നുള്ളതാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി ഉണ്ടാകും. ഞാനിത് തിരഞ്ഞെടുത്തതിന്റെ ഫ്ലേവർ കൊണ്ടാണ്. ഇത് പാൽ കോഫിയെക്കാട്ടി ഭയങ്കര ഫ്ലേവറാണ്. നിങ്ങളത് ഉണ്ടാക്കി ഒന്ന് കുടിച്ചു നോക്കണം. ഞാനിത് ഉണ്ടാക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം. ബുള്ളറ്റ് കോഫി നമുക്ക് വളരെ ഞൊടിയിടയിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആൾറെഡി നല്ല ഓർഗാനിക് ഫിൽറ്റേർഡ് കോഫി പൗഡർ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ബ്ലാക്ക് കോഫി ആൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനുള്ളിൽ കുറച്ച് ഞാൻ കരിപ്പട്ടിയുടെ ഇട്ട് സ്വല്പം മധുരത്തിന് വേണ്ടി അതൊരു നമ്മൾ 1 ഗ്ലാസ് എടുക്കണം. നല്ല ചൂട് ബ്ലാക്ക് കോഫി 1 ഗ്ലാസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്ലെൻഡറിനകത്ത് അതിടാൻ പോവുകയാണ്. ഒരു ബ്ലെൻഡറിനകത്ത് ഇട്ട്, ബ്ലെൻഡർ നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിക്കകത്ത് ഇടാൻ പറ്റും. പക്ഷെ മിക്സി ഇടുന്ന സമയത്ത് കുറച്ച് സൂക്ഷിക്കണം. അത് സ്പ്ലാഷ് ചെയ്ത് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ഞാൻ ശുദ്ധമായ 1 ടേബിൾ സ്പൂൺ ശുദ്ധമായ നെയ്യ് ഇടാൻ പോകണം. 1 ടേബിൾ സ്പൂൺ വളരെ ശുദ്ധമായ നെയ്യ് ഇടുക. ശുദ്ധമായ നെയ്യ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നല്ല ഒരു 30 സെക്കൻഡ് ഇത് നല്ല സുന്ദരമായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നമുക്ക് 30 സെക്കൻഡ് ഇത് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡിങ് 30 സെക്കൻഡ് ഞാൻ ചെയ്തു. ഏതാണ്ട് സുന്ദരമായ ബുള്ളറ്റ് പ്രൂഫ് കോഫി ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാ നോക്കൂ, ഇതാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി. എന്തായാലും ബുള്ളറ്റ് കോഫിയിൽ നിന്നും നിങ്ങൾക്ക് ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതായത് പാൽക്കാപ്പിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ബ്ലാക്ക് കോഫി, അതായത് പാല് ചേർക്കാത്ത, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബുള്ളറ്റ് കോഫി, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ദിവസം രാവിലെയും വൈകുന്നേരം നിങ്ങൾ ഓരോ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകാറുള്ളൂ. അതായത് കോഫി എന്ന് പറയുന്നത് നല്ലൊരു മൂഡ് ചേഞ്ചറാണ്. നിങ്ങൾ ഈ സാഡ് മൂഡിൽ ഇരുന്നിട്ട് നിങ്ങളൊന്ന് കോഫി ഒന്ന് കുടിച്ചു നോക്ക്. നിങ്ങൾ ഉടനെ തന്നെ ഹാപ്പി മൂഡിലേക്ക് വരാൻ തുടങ്ങും. സാഡ് മൂഡിൽ നിന്നും ഹാപ്പി മൂഡിലേക്ക് വരാൻ തുടങ്ങും. അതുപോലെ കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും, അത് ഇംപ്രൂവ് ആവാൻ തുടങ്ങും. മാത്രമല്ല, ഈ മറവി രോഗങ്ങളായിട്ടുള്ള രോഗങ്ങളുണ്ട്. അൾസിമേഴ്സ് രോഗം, പെർക്കിൻസൺസ് ഡിസീസ്, പിന്നീട് ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളിൽ നിന്നും ഒരു പരിധി വരെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഈ കോഫി കുടിച്ചാൽ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ബുള്ളറ്റ് കോഫി ഉണ്ടാക്കുന്നത് നെയ്യ് അഥവാ ഗീ ഇട്ടിട്ടാണെന്നുള്ളത്. അപ്പൊ ഗീ എന്ന് പറയുന്നത് ലാക്ടോസ് ഫ്രീ ആണ്. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക്, അതായത് ഈ പാലിന് അലർജി ഉള്ളവർക്ക് ഈ നെയ്യുടെ ഈ ബുള്ളറ്റ് കോഫി കുടിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം അവർക്ക് പാലിന് പകരം നെയ്യിട്ട് കുടിക്കാം. ആ കോഫിയുടെ അതേ സ്വാദോടുകൂടി കുടിക്കാനും പറ്റും. പിന്നെ ഗീയിലുള്ളത് പ്യുവറായിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് ആണ്. അപ്പൊ ഈ പ്യുവറായിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. അത് 97% വരെ അത് ശരീരം ആഗിരണം ചെയ്തിട്ട് എനർജിയാക്കി മാറ്റുകയാണ് ചെയ്തത്.
അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് തടി കൂടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എനർജി കിട്ടുകയും ചെയ്യും, അതോടൊപ്പം നിങ്ങൾക്ക് തടി ഉണ്ടാവാതിരിക്കുകയും ചെയ്യും ബുള്ളറ്റ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ. പിന്നെ ബുള്ളറ്റ് കോഫി, സാധാരണ കോഫി കുടിക്കുന്നവർക്ക് അസിഡിറ്റി ഉണ്ടാവും, പക്ഷേ ബുള്ളറ്റ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ അസിഡിക് ഫ്രീ ആണ്, ബോഡിയിൽ അസിഡിറ്റി ഉണ്ടാവത്തില്ല. മാത്രമല്ല ബുള്ളറ്റ് കോഫി നമ്മുടെ ഗട്ട് ബാക്ടീരിയാസിന് വളരെയധികം പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യും. കാരണം ഒരിക്കലും ഈ ഗട്ട് ബാക്ടീരിയാസിനെ നഷ്ടപ്പെടുത്താറില്ല, അതിനെ കൊല്ലാറില്ല ബുള്ളറ്റ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ. അപ്പം ഈ കോഫി കുടിച്ചു തീരുന്ന സമയത്ത് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഈ കോഫി കൊണ്ട് ഗുണങ്ങൾ മാത്രമല്ല, അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ കോഫി കൊണ്ട് ദോഷങ്ങളുമുണ്ട്. അതായത് കൂടുതൽ കുടിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കം വരത്തില്ല, അതൊന്ന്. പിന്നെ അസിഡിറ്റി കൂടും, ശരീരത്തിന്റെ അസിഡിറ്റി കൂടും, ഹൃദയമിടിപ്പിന്റെ താളപ്പിഴകൾ ഉണ്ടാകും, കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട് അധികം കോഫി കുടിച്ചാൽ. അതുകൊണ്ട് ദിവസവും 2 കോഫി മാത്രം കുടിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.